അതെ, ഇടുക്കിയിലെ ലേലക്കമ്പോളത്തിൽ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. ഒരേ ദിവസം ഒരേ ലേലത്തിന് ഒരു കർഷകന് 2800 രൂപ, വേറെ ഒരു കർഷകന് 1200 രൂപയും ലഭിക്കുന്നു. ഇവർ രണ്ടുപേരുടെയും തോട്ടം ഇടുക്കിയിൽ തന്നെ. അതുകൂടാതെ തന്നെ ഇവർ രണ്ടുപേരും തോട്ടത്തിൽ ചെയ്യുന്ന ജോലിയും ഒന്ന് തന്നെ. 600 രൂപയുടെ വ്യത്യാസം വരുന്നത് ഇവിടെയാണ്. ഏലക്കയുടെ വലിപ്പവും നിറവും. നമസ്കാരം കർഷക സുഹൃത്തുക്കളെ, കാത്യായനി മലയാള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇടുക്കിയിലെ ഏലക്കയുടെ ഓപ്ഷൻ സിമ്പിൾ അല്ല. ബ്രോക്കർ വന്ന് ഏലം കയ്യിലെടുക്കുന്ന ഒരു നിമിഷം തന്നെ ഗ്രേഡ് ഡിസൈഡ് ആവും. കൂടുതൽ വലിപ്പം, നിറം ഇവ രണ്ടും ഉണ്ടെങ്കിൽ 1 കിലോഗ്രാമിന് 300 to 600 വരെ ലാഭം കൂടുതൽ കിട്ടും. ഇല്ലെങ്കിൽ ഈ ഏലം ചെറു സൈസ് ആണെന്ന് പറഞ്ഞ് തള്ളപ്പെട്ടേക്കാം. ഇത് കേൾക്കാൻ വളരെ കഠിനമാണ്, പക്ഷേ ഇതാണ് യാഥാർത്ഥ്യം. ഇനി ഒരു ചോദ്യം ഇതാണ്: കർഷകന് ഈ ഏലത്തിന്റെ വലിപ്പം അല്ലെങ്കിൽ ഏലത്തിന്റെ നിറം കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? അതെ, ശരിയായ പരിപാലനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കൺട്രോൾ ചെയ്യാം. ആദ്യം സംസാരിക്കാം ഏലക്കയിൽ ഏലക്കയുടെ വലിപ്പം വർദ്ധിക്കാനുള്ള വഴിയെക്കുറിച്ച്. അതെ, ഏലക്കയിൽ പൂക്കൾ വിടരുന്ന സമയം ഒരു സുവർണ അവസരമാണ്. ഈ സമയത്ത് ചെടികളിൽ സെൽ ഡിവിഷൻ ഏറ്റവും കൂടുതൽ നടക്കുന്ന സമയമാണ്. ഈ സമയം ശരിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏലക്കയുടെ വലിപ്പം നിങ്ങൾക്ക് കൂട്ടാൻ സാധിക്കും. അതിനായി കാത്യായനി CPPU നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിലുണ്ട് 4-ക്ലോർഫെനുറോൺ 0.1% L. ഇതൊരു പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ ആണ്. അതായത് സൈറ്റോകൈനിൻ ഗ്രൂപ്പിൽ പെടുന്ന ഒരു പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ. ഇത് സെൽ ഡിവിഷനെ കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. ഇതൊരു പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ ആയതുകൊണ്ട് തന്നെ ഏലക്കയുടെ വലിപ്പം വർദ്ധിക്കുന്നതിന് ഇത് സഹായിക്കുന്നു. അതുമല്ലാതെ ഏലക്കയുടെ ക്യാപ്സ്യൂൾ സെറ്റ് നിലനിർത്തുന്നതിനും ഇത് സഹായിക്കുന്നു. ഇതിനാൽ നിങ്ങളുടെ ഏലക്ക യൂണിഫോമായി വലുതാകും. ഇത് എത്ര ഡോസിൽ ഉപയോഗിക്കാമെന്ന് നോക്കാം. 100 ml/200 ലിറ്റർ എന്ന അളവിൽ നിങ്ങൾക്കിത് ഉപയോഗിക്കാം. പൂ വിടർന്നു കഴിഞ്ഞ് 10 to 15 ദിവസത്തിനുള്ളിൽ സ്പ്രേ ചെയ്താൽ നിങ്ങൾക്ക് ഫലം ഉറപ്പ്. സ്പ്രേ ചെയ്തു കഴിഞ്ഞതിന് ശേഷം മിനിമം 2 മണിക്കൂറെങ്കിലും ഡ്രൈ വെതർ വേണം. അതിനാൽ 4 മണിക്ക് ശേഷം നിങ്ങൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് അത്യുത്തമം. അടുത്തത് നിറം. ഇടുക്കിയിലെ ലേലത്തിന്റെ ഏറ്റവും സെൻസിറ്റീവ് പോയിന്റ് ഇതാണ്. അതായത് ഏലം വിളവെടുപ്പിന് ശേഷം ഷേഡ് ഡ്രൈ ചെയ്താലും അതിലുള്ള പച്ച നിറം റീറ്റെയിൻ ആയിരിക്കണം. അതിനാൽ CPPU ഉപയോഗിച്ചതിന് ശേഷം 15 ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് സ്പ്രേ ചെയ്യാം. അതിനായി നിങ്ങൾക്ക് കാത്യായനി NPK ഉപയോഗിക്കാം. അതായത് കാത്യായനി NPK 13-00-45. അതായത് 1 കിലോഗ്രാം/200 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിലും അതിന്റെ കൂടെ തന്നെ അതായത് കാത്യായനി മിക്സ് മൈക്രോ ന്യൂട്രിയൻ 100 ഗ്രാം നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ഉപയോഗിക്കാം. ഇതിൽ നൈട്രജൻ ഉള്ളത് കൊണ്ട് തന്നെ അത് നിങ്ങളുടെ ക്ലോറോഫിൽ കണ്ടന്റ് കൂട്ടുന്നു. ക്ലോറോഫിൽ കണ്ടന്റ് കൂടുന്നതിനാൽ അത് നിങ്ങളുടെ ഇലകളിൽ പച്ച നിറത്തെ വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ പൊട്ടാസ്യം ഏലക്കയുടെ ശരീരത്തിൽ ടർജിഡിറ്റി ഉണ്ടാക്കുന്നു. അതായത് ഏലക്കയുടെ സ്കിന്നിൽ ടർജിഡിറ്റി ഉണ്ടാക്കുന്നു. അതിനാൽ ഒരു കടും പച്ച നിറം പൊട്ടാസ്യത്തിൽ നിന്നാണ് വരുന്നത്. അതുപോലെ തന്നെ മിക്സ് മൈക്രോ ന്യൂട്രിയന്റിലെ ബോറോൺ റീടെൻഷൻ കപ്പാസിറ്റിയെ വർദ്ധിപ്പിക്കുന്നു. അതിന്റെ കൂടെ തന്നെ സിങ്ക് ക്ലോറോഫിൽ ഉൽപാദനത്തിനെ നേരിട്ട് വർദ്ധിപ്പിക്കുന്നു. ഇടുക്കിയിലെ ഹൈ ഹ്യൂമിഡിറ്റിയിൽ ബോറോണിന്റെ കുറവ് ഒരു വലിയ പ്രശ്നമാണ്. മിക്ക കർഷകരും ഇത് നോട്ടീസ് ചെയ്യുന്നില്ല. ബോറോൺ ഉപയോഗിച്ചതിന് ശേഷം ഇടുക്കിയിലെ കർഷകർക്ക് ഏലക്കയിൽ കളർ റീടെൻഷൻ 20 ദിവസം എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ സ്പ്രേ കഴിഞ്ഞ് 15 ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് ഇത് സ്പ്രേ ചെയ്യാം. അതിനായി നിങ്ങൾക്ക് ഉപയോഗിക്കാം കാത്യായനി NPK 0050. ഇതിലുണ്ട് പൊട്ടാസ്യം സൾഫേറ്റ്. 1 കിലോഗ്രാം/200 ലിറ്റർ വെള്ളത്തിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ഇത് ക്ലോറൈഡ് ഫ്രീ പൊട്ടാസ്യം ആണ്. അതുപോലെ തന്നെ ഇത് സൾഫർ ബേസ്ഡ് ആണ്. ഇതിലുള്ള പൊട്ടാസ്യം ഏലക്കയുടെ ഉള്ളിൽ എസൻഷ്യൽ ഓയിൽസിന്റെ ഉൽപാദനം കൂട്ടുന്നു. അതുപോലെ തന്നെ ഏലക്കയിലെ സുഗന്ധം സൾഫർ കോമ്പൗണ്ട്സിൽ നിന്നാണ് വരുന്നത്. ലേലത്തിന്റെ സമയത്ത് ബ്രോക്കർ ഏലം കയ്യിലെടുത്ത് മണത്തു നോക്കി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കത് മനസ്സിലാക്കാം. ഏലക്കയുടെ മണം ഒരു പ്രത്യേക തരം ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് അതിന്റെ അഡ്വാൻറ്റേജും തിരിച്ചറിയാം. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് CPPU ബാക്കിയുള്ള ഉൽപ്പന്നങ്ങളും നിങ്ങൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് എല്ലാം കൂടെ നിങ്ങൾ ഒരുമിച്ച് ചേർക്കരുത്. അതായത് ഓരോ സ്പ്രേയും നിങ്ങൾ വേറെ വേറെയായി സ്പ്രേ ചെയ്യണം. ഉച്ച സമയത്ത് നിങ്ങൾ സ്പ്രേ ചെയ്യാതെ സൂക്ഷിക്കണം. ഉച്ച സമയത്ത് ലീഫ് ബേൺ ആവാൻ സാധ്യതയുണ്ട്. ഉച്ച സമയത്ത് സ്പ്രേ ചെയ്യുന്നതിലൂടെ ഇല കരിഞ്ഞു പോകും. പിന്നെ ആ ലായനിയും ഇവോപ്പറേറ്റ് ആകും. അതായത് രാവിലെ 7 to 9 മണി വരെയും വൈകുന്നേരം 4 to 6 മണി വരെയുമാണ് അത്യുത്തമം. അതെ, 20 ദിവസം കഴിഞ്ഞ് നിങ്ങൾ ഈ ഏലക്കുല നോക്കൂ. അതായത് ഏലക്കയുടെ ക്യാപ്സ്യൂൾ പെർസെന്റേജ് 15 to 25% വർദ്ധിക്കും. അതുപോലെ തന്നെ ഏലക്കയുടെ നിറം വിളവെടുപ്പിന് ശേഷവും നീണ്ടു നിൽക്കുന്നതായിരിക്കും. അതിന്റെ കൂടെ തന്നെ ഏലക്കയുടെ സുഗന്ധവും വർദ്ധിക്കും.
അതെ, ഏലം കൃഷിയുടെ ലാഭം ആർക്ക് വേണ്ടിയും കാത്തിരിക്കില്ല. അതുണ്ടാക്കുന്ന മാർഗമാണ് പ്രധാനം. അതുണ്ടാക്കുന്ന മാർഗം നിങ്ങൾ ഇതിലൂടെ ആരംഭിക്കൂ. അതെ, ആ ഗ്രേഡ് ഉണ്ടാക്കുന്നത് ഇതിലൂടെ ആരംഭിക്കൂ. അതേ കർഷകരെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബാക്കിയുള്ള സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അതായത് നിങ്ങളുടെ ബാക്കിയുള്ള ഇടുക്കി, വയനാട്, പാലക്കാട് ജില്ലയിലെ ഏലം കർഷകർക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്കത് ഞങ്ങളുമായി ഷെയർ ചെയ്യാം. അപ്പോൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോവുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.